കോട്ടയം നാട്ടകം തുറമുഖ വികസനത്തിന് വഴിയൊരുങ്ങുന്നു. തുറമുഖത്തിന്റെ വികസനത്തിനായി 50 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിക്കും. വ്യവസായ വകുപ്പിൽ നിന്ന് തുറമുഖ വകുപ്പിന്റെ കീഴിലേക്ക് പോർട്ട് മാറ്റുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ ജലഗതാഗത പാത വികസിപ്പിക്കുന്നതിനുള്ള ശ്രമവും ആരംഭിച്ചു. കടലില്ലാത്ത കോട്ടയത്ത് പക്ഷേ തുറമുഖമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ ചെറു തുറമുഖമാണ് സർക്കാർ സ്വകാര്യ സംയുക്ത മേഖലയിലുള്ള കോട്ടയത്തെ നാട്ടകം പോർട്ട്. 2009 ആരംഭിച്ച കോട്ടയം തുറമുഖത്തിലൂടെ 2019 മുതൽ ചരക്ക് നീക്കം ആരംഭിച്ചിരുന്നു. പിന്നീട് പല കാരണങ്ങളാൽ ചരക്ക് നീക്കം നിലച്ചു. നിലവിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള തുറമുഖം സംസ്ഥാന തുറമുഖം വകുപ്പ് ഏറ്റെടുക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഇനി അത് കുറെ കൂടി വിപുലീകരിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വ്യവസായ വകുപ്പിന്റെ കീഴിൽ നിന്ന് പോർട്ട് വകുപ്പിന്റെ കീഴിലേക്ക് തന്നെ ആ തുറമുഖം മാറ്റാൻ ഞങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രി അതുപോലെ ഞാനും പരസ്പര ആശയവിനിമയം നടത്തി ഞങ്ങൾ പൊതുവിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി തീരുമാനമെടുത്തു. അപ്പോൾ അതിന്റെ ഫയലുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുറമുഖ വകുപ്പിന്റെ കീഴിൽ തന്നെ വരുമ്പോൾ ഉള്ള ഗുണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ചരക്ക് ഗതാഗതം കോട്ടയം പോലുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിത്തീരും. അതിന് സഹായകരമായ പുതിയ ബാർജ് അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കോട്ടയം തുറമുഖത്തിന്റെ വികസനത്തിനായി 50 കോടി രൂപ നിക്ഷേപം നടത്താൻ വിദേശ മലയാളികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 25 കണ്ടെയ്നറുകൾ കയറ്റാൻ കഴിയുന്ന ബാർജ് തയ്യാറാക്കുന്നതിന് 8 കോടി രൂപ ലഭ്യമാക്കും. ബർത്തുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 10 കോടി രൂപയും പ്രത്യേക യാർഡ് സ്ഥാപിക്കാൻ 2 കോടിയും വിനിയോഗിക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് ഗതാഗതം കോട്ടയത്തേക്ക് എത്തുന്നതിന് വഴിയൊരുക്കും. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും നിലവിൽ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം കോട്ടയം തുറമുഖം വഴി കുറഞ്ഞ ചിലവിൽ നടത്താം എന്നതാണ് പ്രസക്തി. ന്യൂസ് മലയാളം, കോട്ടയം.